ഹലോ ഗായ്സ്, അങ്ങനെ പേട്രിയോട്ട് സിനിമ ഞാൻ പോയി തിയേറ്ററിൽ കണ്ടു. ഞാനും അച്ഛനും അമ്മയാണ് പോയി കണ്ടത്. സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോട് കൂടിയാണ് പോയത്. അതിപ്പം നമ്മളെന്നല്ല, മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. വേറൊന്നും കൊണ്ടല്ല, ഈ സിനിമയിൽ എക്സ്പെക്റ്റേഷൻസ് വെക്കാനുള്ള ഒരു മെയിൻ റീസൺ മമ്മൂക്കയും ലാലേട്ടനും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരൊറ്റ ഫാക്ടറാണ് ഈ സിനിമയിൽ നമുക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റേഷൻസ് വെക്കാൻ കാണാം. പക്ഷേ കേട്ടിടത്തോളവും ഈ സിനിമ കണ്ടിറങ്ങിയവരുടെ റിവ്യൂ കേട്ടിടത്തോളവും അവർ പറയുന്നതിലൊന്നും ഒരു തെറ്റും ഞാൻ പറയുന്നില്ല. ലാലേട്ടൻ ഒരുമാതിരി കളിയാക്കം പോലെയാണ് ഈ സിനിമയിൽ കൊണ്ടുവന്നത്. പിന്നെ ലാലേട്ടൻ ഒരിക്കലും ഇങ്ങനെ സിനിമയിൽ ചെയ്യരുതായിരുന്നു. വെറും 20 മിനിറ്റാണ് ലാലേട്ടൻ വരുന്നത്. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിച്ച് ഒരു കംബാക്കാണ്. അവർ രണ്ടുപേരും കൂടെയുള്ള 18 വർഷങ്ങൾക്ക് നിങ്ങൾ ആലോചിക്കണം. 2020 സിനിമ ഇറങ്ങിയതിനു ശേഷം 18 വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഇവർ രണ്ടുപേരും ഒരു സിനിമയിൽ വരുന്നത്. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പം 2020 സിനിമയിൽ നിങ്ങൾ നോക്കൂ, ലാലേട്ടനും മമ്മൂക്കയും ഉടനീളം ആ സിനിമയിലുണ്ട്. അല്ലാതെ മമ്മൂക്ക ഫുള്ളും അല്ലാതെ ലാലേട്ടൻ വന്നിട്ട് 10-20 മിനിറ്റ് വന്ന് പോവുകയല്ല ആ സിനിമയിൽ. അപ്പം നമുക്ക് അത്രയും ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അതെല്ലാം തെറ്റി. മാത്രമല്ല, ഒരു ലാലേട്ടൻ ഫാനാണ്, കട്ട ലാലേട്ടൻ ഫാൻ എന്നുള്ള നിലയിൽ ലാലേട്ടൻ ആ സിനിമയിൽ വന്ന് ആ പോയ രീതി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനത് പറയൂല, എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഈ സിനിമ കാണാത്തവർ ഇനിയും ഉണ്ട്. അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ഒന്നാണ്. അതുകൊണ്ട് ഒരിക്കലും പറയൂല. പക്ഷെ ആ സിനിമ കണ്ടവർക്കറിയാം എങ്ങനെയാണ് ലാലേട്ടൻ ആ സിനിമയിൽ വന്ന് പോയതെന്ന്. ആ പോയ രീതി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. ഈ സിനിമയുടെ ഡയറക്ടറിനോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടനെ മമ്മൂക്കയും വെച്ചൊരു സിനിമ ഇറക്കിയല്ലോ, ഇറക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും ഞാൻ ഇവിടെ പറയൂല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ ഈ സിനിമ 3 മണിക്കൂറിന് ഒന്നുമില്ല. ആത്മാർത്ഥമായിട്ട് ഞാൻ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ്, ഈ സിനിമ 3 മണിക്കൂറിലില്ല. ഈ സിനിമയിൽ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ഈ സിനിമയായി എന്നുള്ളതാണ്. 2.5 മണിക്കൂറൊക്കെ മാക്സിമം. 3 മണിക്കൂറൊന്നും വേണ്ട. 3 മണിക്കൂറിൻ്റെ ഒരു ആവശ്യമില്ല. ഇല്ല, ചില സീനുകളൊക്കെ അനാവശ്യമാണ്, കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. അതെന്തെന്നൊന്നും പറയുന്നില്ല. കാരണം കാണാത്തവരുണ്ട്, അവർ പോയി കാണട്ടെ, കണ്ട് അവർ മനസ്സിലാക്കട്ടെ എന്താണെന്നുള്ളത്. ഓരോരുത്തരും അവരോട് അഭിപ്രായങ്ങൾ പറയുക, അതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയണം. മമ്മൂക്ക സിനിമയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ മോശമൊന്നുമല്ല. ലാലേട്ടൻ വന്ന ശേഷം സിനിമ വേറെ ഒരു ഇതിലോട്ട് പോയി. പക്ഷെ എന്ത് പറ്റി, ലാലേട്ടൻ ആ സിനിമയിൽ വന്ന് പോയ രീതി എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ സെക്കൻഡ് ഹാഫിലാണ് നയൻതാരയും ലാലേട്ടനും ഒക്കെ വരുന്നത്. ലാലേട്ടൻ്റെ സീൻ കാണുക, ലാലേട്ടനെ എനിക്ക് ഈ സിനിമയിൽ കാണുക എന്നുള്ളതായിരുന്നു. ഈ രണ്ടുപേരുടെയും കംബാക്ക് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് അറിയണമായിരുന്നു. പക്ഷേ ശരിക്കും തികഞ്ഞു. സത്യം പറയാം, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ തികഞ്ഞു, വയറ് നിറഞ്ഞ്. മമ്മൂക്ക ഈ സിനിമ ഉടനീളമുണ്ട്. ലാലേട്ടനെ വന്നിട്ട് വെറുതെ ഒരു ക്യാമിയോ റോൾ പോലെ ഒരു 15-20 മിനിറ്റ് കൊണ്ടുവന്നങ്ങ് പൊക്കളഞ്ഞു. നിങ്ങൾക്ക് വേറെ എന്തെല്ലാം രീതി ഉണ്ടായിരുന്നു. ലാലേട്ടൻ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വന്നതും അതിലെ പെർഫോമൻസൊക്കെ ഒരു രക്ഷയില്ല പറയാം. പക്ഷെ മോഹൻലാൽ വന്നിട്ട് പോയ രീതി നിങ്ങൾക്ക് വേറെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. എനിക്കതാ പറയാം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കുറച്ച് നേരം ഞാൻ ഉറങ്ങിപ്പോയി. കാരണം സ്റ്റാർട്ടിങ്ങിൽ നല്ല ലാഗ് മാത്രമല്ല, ബോറടി ഫീൽ ചെയ്തു. ഒരു ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെയാണ് ഞാൻ അങ്ങ് സിനിമ കണ്ടു തുടങ്ങിയത് തന്നെ. സത്യം പറഞ്ഞാൽ ഇത് ഒന്നുകൂടെ എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരിതും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഞാനിത് OTT വരുമ്പോഴേ കാണുന്നുള്ളൂ. പടത്തിലെ കുറേ ഭാഗങ്ങൾ എനിക്ക് ഇനിയും കാണണമെന്നുള്ളൂ. പക്ഷേ തിയേറ്ററിൽ പോയി കാണാനായിട്ടൊന്നും എനിക്ക് തോന്നാനില്ല ഇനിയും. അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ. എന്താ പറയുക, 2 ഇതിഹാസങ്ങളെ വെച്ചൊരു സിനിമ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാതെ എന്തെങ്കിലും എടുത്ത് പടച്ച് വിട്ടിട്ട് കാര്യമില്ല. ഫാൻസുകൾ പറയുന്നതുകൊണ്ടല്ല, ഫാൻസുകൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ബാക്കി ആൾക്കാരുടെ ഒരു അവസ്ഥ. ഇത് കണ്ടിട്ട് മോശം അഭിപ്രായം പറഞ്ഞവരെയും നല്ല അഭിപ്രായം പറഞ്ഞവരെയും കുറ്റം പറയാനും നോക്കൂല. ആണ് അവരവരുടെ അഭിപ്രായങ്ങളാണ് പറയണം. അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പേട്രിയോട്ട് മോശം സിനിമയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ആവറേജ് പടം. സ്റ്റോറി ഓക്കെയാണ്, പക്ഷെ എവിടെയൊക്കെയോ പോയി. സ്റ്റോറി കുറച്ചും കൂടെ ബെറ്റർ ആക്കി ഡെവലപ്പ് ചെയ്തെടുക്കായിരുന്നു. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോ വെച്ച് കാണാം. ടാറ്റാ.